ഞാൻ നിൽക്കുന്നത് വയനാട് പണയമുക്ക് ജംഗ്ഷനിലാണ്. ഈ പണയമുക്ക് ജംഗ്ഷനിൽ കുറേ 10-60 ഓട്ടോ റിക്ഷ തൊഴിലാളികളെ ഇവിടെ ജീവിതം കഴിയുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ പലരും ഇവിടെ വരാറില്ല. കാരണം ഇപ്പോൾ ഒരു 30 ഓട്ടോ ഇവിടെ കിടപ്പുണ്ട്. അവർ തന്നെ പലർക്കും ഓട്ടോ ഇല്ലാതെ അവർ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പകൽ മൊത്തം ചൂട്, രണ്ടാമത്തെ നോമ്പ് മാസം. ഇവർ പറയുന്നത് വീട്ടിലോട്ട് 250 രൂപയും കൊണ്ട് പോകണ്ടേ. എന്തോ പേര് സുമേഷ്. നിങ്ങൾ എത്ര മണിക്കായി ഈ ഓട്ടോറിക്ഷയുടെ ഇവിടെ എത്തുന്നത് സ്റ്റാൻഡിൽ? 6:30 ആകുമ്പോൾ എത്തും. ഇതിപ്പോൾ ഒരുപാട് ഓട്ടോ ഇവിടെ കിടപ്പുണ്ടല്ലോ. ഒരുപാടെന്ന് വെച്ചാൽ 10-60 വണ്ടി ഇവിടെ ഉണ്ട്. നമ്മൾ രാവിലെ വന്ന് കിടന്ന് ഉച്ചയൊക്കെ ആകുമ്പം ഒരു 10-20 രൂപ തന്നെ കത്തിച്ച് ഓടുന്നത്. മക്കളെ വളർത്താൻ വേണ്ടിയല്ലേ നമ്മൾ രാവിലെ വരുന്നത്. അപ്പോൾ ഓട്ടം കുറവാണ് അല്ലേ? ഓട്ടം തീരെ കുറവാണ്. ഈ നോമ്പ് മാസം കൂടി ആയതുകൊണ്ടാണോ? അതുകൊണ്ടാണ് കൂടുതലും. ആണല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ എണ്ണയൊക്കെ അടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നില്ല. വീട്ടിലോട്ട് കൊണ്ടുപോയി എണ്ണയടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടിപ്പോയാൽ 100-150 രൂപ ആണ്. അത്രയും കാണും അല്ലേ? ഒരു ദിവസം മെനക്കെട്ടിട്ടല്ലേ? രാവിലെ തൊട്ട് രാത്രി 7-7:30 വരെ നമ്മൾ മെനക്കെട്ടാൽ ഇത് തന്നെ കിട്ടുന്നത്. എന്തുകൊണ്ട് എപ്പോൾ വരും രാവിലെ ഓട്ടം കൊണ്ട്? രാവിലെ ഒരു 6-7 മണിയാകുമ്പോൾ വരും. 7 മണിയാകുമ്പോൾ വരും അല്ലേ? എത്ര ഓട്ടം ഉണ്ട് ഇവിടെ? മൊത്തത്തിലൊരു ഇപ്പം കാണാം. അല്ല, മൊത്തത്തിലൂടെ ഞാൻ ചോദിച്ചപ്പോൾ 60 ഓട്ടോകളുണ്ടെന്നാണ് പറഞ്ഞാൽ. കുറേ പേരൊന്നും വരുന്നില്ല. 60 ഓട്ടോ ഉണ്ട്. 60 ഓട്ടോറിക്ഷയാണ്. എങ്ങനെയുണ്ട് ഓട്ടം എങ്ങനെയുണ്ട്? ഓട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും ബാക്ക് സൈഡാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. നമ്മളിവിടെ നിന്ന് ഇപ്പോൾ തള്ളി ലൈനിലാണ് പോകുന്നത്. തള്ളി ഫ്രണ്ടിൽ ഒരു 1-1.5 മണിക്കൂർ എടുക്കും. ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു 30 രൂപ ആയിരിക്കും, ചിലപ്പോൾ ഒരു 50 രൂപ ആയിരിക്കും. അപ്പോൾ ചെറിയ ഓട്ടങ്ങളാണ് കിട്ടുന്നത്. വീണ്ടും നമ്മൾ ഇതേ സ്ഥലത്ത് അത് ശരി, വീണ്ടും പുറകിലോട്ട് വരണം. വീണ്ടും വന്ന് ലൈൻ വഴിയല്ലേ പോകുന്നത്.